PT റീഡിങ്ങിൽ നിർബന്ധമായിട്ടും ഒഴിവാക്കിയിരിക്കേണ്ട 3 തെറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഏത് ക്വസ്റ്റ്യൻ സെറ്റ് ആയിക്കോട്ടെ, അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിക്കോട്ടെ, മൾട്ടിപ്പിൾ ചോയ്സ് ആയിക്കോട്ടെ, റീഓർഡർ ആയിക്കോട്ടെ, ഏതാണെങ്കിലും ഈ തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കിയിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വേർഡ് ബൈ വേർഡ് റീഡിങ് നിങ്ങൾ ഒഴിവാക്കിയിരിക്കണം. അത് ഏത് പാസേജുകളാണെങ്കിലും നിങ്ങൾക്ക് മുഴുവൻ ഓരോ വാക്കും വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അതിനുള്ള സമയം നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രധാനപ്പെട്ട ആശയം വായിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സും ട്രാൻസിഷൻ വേർഡ്സും ഒക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അതിൻ്റെ അകത്തു നിന്നായിരിക്കണം നിങ്ങൾ ഉത്തരം കണ്ടെത്തേണ്ടത്. അല്ലാതെ വേർഡ് ബൈ വേർഡ് വായിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. രണ്ടാമത്തെ കാര്യം ഇഗ്നോറിങ് കൊളോക്കേഷൻസ് ആൻഡ് ഗ്രാമർ ക്ലൂസ് എന്ന് പറയും. PT ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ചെയ്യണമെങ്കിൽ കൊളോക്കേഷൻസ് അറിയാതെ നിങ്ങൾക്കത് ചെയ്തു തീർക്കാനായിട്ട് സാധ്യമല്ല. നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും കൊളോക്കേഷൻസ്, ഗ്രാമർ ക്ലൂസ്. ഈ ഗ്രാമർ എന്ന് പറഞ്ഞാൽ വലിയ ഡീപ്പായിട്ടുള്ള ഗ്രാമർ നോളജ് അല്ല ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ടെൻസുകളും പാർട്സ് ഓഫ് സ്പീച്ചും സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ വളരെ എളുപ്പമായിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോട്ട് ലുക്കിംഗ് ഫോർ കണക്റ്റേഴ്സ്. അത് ഏത് ക്വസ്റ്റ്യനും ആയിക്കോട്ടെ, കണക്റ്റേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വൈൽ ആയിക്കോട്ടെ, ഓൾദോ ആയിക്കോട്ടെ, ഹവർ ആയിക്കോട്ടെ, ദെയർ ഫോർ, ഇൻ അഡീഷൻ, നെവർത്തിലെസ്, ഇങ്ങനെയൊക്കെയുള്ള കണക്റ്റേഴ്സ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് ആൻസറുകൾ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഈ 3 തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കുക. റീഡിങ്ങിന് നല്ല മാർക്കോടുകൂടെ പാസ്സാവാൻ നിങ്ങളെ കൂടുതൽ സഹായിക്കും. താങ്ക് യു.